ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് 16 മണിക്കൂറാണ് ഈ വിഷയവുമായി ചർച്ചയുണ്ടാകുക. പ്രതിപക്ഷ ബഹളം ഇപ്പോഴും തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ തുടക്കം മുതൽ വിവാദങ്ങളായിരുന്നു. പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ തുടക്കം മുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം ലോക്സഭയിൽ ചർച്ചയിൽ വരും. നിരവധി ആരോപണങ്ങൾക്കും നിരവധി ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരത് ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ചർച്ച ആരംഭിക്കുന്നതേ ഉള്ളൂ, പക്ഷേ പ്രതിപക്ഷം ബഹളത്തോടെ തന്നെയാണ് തുടങ്ങുന്നത്. എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഈ ചർച്ചയിൽ എന്തൊക്കെ ഉരുത്തിരിയാം? പ്രധാനമന്ത്രി സംസാരിക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് 1 മണിവരെ. കാരണം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ വീണ്ടും പിരിഞ്ഞിരിക്കുകയാണ് 1 മണിവരെ. അതുകൊണ്ട് തന്നെ സഭയിൽ ഇപ്പോൾ സംസാരിക്കാൻ നേരത്തെ നിശ്ചയിച്ച രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സഭ നടത്തി ചർച്ച തുടങ്ങിയിട്ടില്ല. സിന്ദൂർ വിഷയത്തിൽ 12 മണിക്ക് സഭയിൽ ചർച്ച തുടങ്ങുമെന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രതിപക്ഷവും അംഗീകരിച്ചതാണ്. എന്നാൽ ഈ ബീഹാറിലെയും കന്യാസ്ത്രീകളുടെയും പ്രശ്നം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം വീണ്ടും സഭ 12 മണിക്ക് സമ്മേളിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യാൻ വേണ്ടി സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷം വീണ്ടും നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സഭ 1 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. കക്ഷി നേതാക്കളെ സ്പീക്കർ തങ്ങളുടെ ചേംബറിലേക്ക് കക്ഷി നേതാക്കളെ വിളിപ്പിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കം സഭയിൽ പ്രസംഗിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 4 മണിക്ക് പ്രിയങ്ക ഗാന്ധി സഭയിൽ കോൺഗ്രസിന് വേണ്ടി പ്രസംഗിക്കും. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഇടപെടലുള്ള സമയം വ്യക്തമായിട്ട് ഇന്ന് തന്നെ പ്രധാനമന്ത്രി ഇടപെട്ട് സംസാരിക്കുമെന്ന ഒരു സൂചനയും ലഭിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ 4 മണിക്കാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗിക്കുക എന്നായിരുന്നു സഭയിൽ ചർച്ചയിൽ പങ്കെടുക്കുക എന്നായിരുന്നു നേരത്തെ കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. എന്നാൽ സഭാ സമ്മേളനവും ഓപ്പറേഷൻ സിന്ദൂർ വിഷയവും 1 മണിക്കൂർ കൂടി വൈകി മാത്രമേ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സഭയിലുള്ള ചർച്ച ചെയ്യുന്ന സമയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. KC വേണുഗോപാൽ അതേപോലെ തന്നെ ഏതായാലും ശശി തരൂർ കോൺഗ്രസിൻ്റെ പട്ടികയിലില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. പ്രിയങ്ക ഗാന്ധി അതേപോലെ തന്നെ ഗൊഗോയ് ആണ് ചർച്ചയിൽ പ്രതിപക്ഷ തുടക്കമിടുക എന്നൊരു വാർത്തയും പുറത്തുമുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ചർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷം ബീഹാർ വിഷയത്തിലും കന്യാസ്ത്രീകൾക്കുള്ള ആക്രമണത്തിൻ്റെ പേരിലും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം ശക്തമായതോടെ 12 മണിക്ക് സഭ ചേർന്നപ്പോൾ വീണ്ടും സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ശരത്ത്, 16 മണിക്കൂർ ചർച്ചയാണ്. അതിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ അടക്കം ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് BJP ശശി തരൂരിനെ സംസാരിപ്പിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ, അതിന് ശശി തരൂർ വിധേയനാവുകയാണെങ്കിൽ അതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുമല്ലേ? അതെ, ശശി തരൂരിനെ BJP തങ്ങളുടെ സമയം നൽകുന്നതിലുപരി ശശി തരൂരിനെ വിളിക്കുന്നത് സഭയിൽ അദ്ദേഹം ഒരു കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്കാണ്, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കമ്മിറ്റി ചെയർമാൻ എന്ന നിലക്കാണ് അദ്ദേഹത്തെ സഭയിൽ ചർച്ചയ്ക്ക് വിളിക്കുക. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിനെ വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പാർലമെൻറ്റ് അയച്ച സംഘത്തിൻ്റെ തലവന്മാർക്ക് അനുമതി നൽകുന്ന എന്ന പേരിലും ശശി തരൂരിന് സംസാരിക്കാൻ അവസരം കൊടുക്കും. ഏതായാലും ശശി തരൂർ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. കോൺഗ്രസിനെ അനുകൂലിച്ച് അദ്ദേഹം സംസാരിക്കുമോ എന്നതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും ശശി തരൂർ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നതിന് മുമ്പേ തന്നെ ശശി തരൂരിന് ഒരു അവസരം നൽകുമെന്ന സൂചനയാണ് ഈ ട്രഷറി ബന്ധപ്പെട്ട ചർച്ച 1 മണിവരെ തത്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ.